നമസ്തേ. രാംസ് വോയിസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നലെ എന്നെ വളരെയധികം അലോസരപ്പെടുത്തിയ ഒരു വാർത്തയായിരുന്നു വയനാട്ടിലെ DCC ട്രഷറർ MN വിജയൻ്റെ ആത്മഹത്യാ കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ മരണം സ്വന്തം മകന് വിഷം നൽകിക്കൊണ്ട് മകനെ മരണത്തിന് വിട്ട് തൊട്ടുപുറകെ അദ്ദേഹവും മരണത്തിലേക്ക് പോയി. അദ്ദേഹം എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള ചോദ്യം അങ്ങനെ നിലനിൽക്കെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പും ഒപ്പം അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അയച്ച കത്തുകളുമാണ്. അതിൽ നിന്ന് വ്യക്തമാവുന്നത് ആ മനുഷ്യൻ ഒരു വലിയ ചതിക്കുഴിയിൽ വീണ് ഗത്യന്തരമില്ലാതെ ആത്മഹത്യ ചെയ്തതാണെന്ന്. ആത്മഹത്യ എന്ന് പറഞ്ഞുകൂടാ, തീർച്ചയായും അത് കൊലപാതകം തന്നെയാണ്. അറിഞ്ഞുകൊണ്ട് 2 ജീവനെടുത്ത സംഭവം തന്നെയാണ്. കോർപ്പറേറ്റീവ് ബാങ്കുമായിട്ട് നമുക്ക് ഇതുവരെ കേട്ടത് അവിടെ പണം നിക്ഷേപിച്ചവർ ആത്മഹത്യ ചെയ്ത കഥകളാണ്. കേരളത്തിലെ കോർപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം തന്നെയും ഇന്ന് മരണത്തിലേക്കുള്ള ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മരണത്തിലേക്കുള്ള വഴിയായിട്ട്, അതല്ലെങ്കിൽ ഇതേപോലെ അവിടെ ജോലി മേടിച്ചു കൊടുത്ത ആളുകൾക്കുള്ള മരണത്തിലേക്കുള്ള വഴിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി ആര് കാണിച്ചാലും അഴിമതി തന്നെയാണ്. അത് കോൺഗ്രസ്സുകാരൻ കാണിച്ചാലും കമ്മ്യൂണിസ്റ്റുകാരൻ കാണിച്ചാലും BJP-ക്കാരൻ കാണിച്ചാലും അഴിമതി തന്നെയാണ്. ആ അർത്ഥത്തിൽ തന്നെ വേണം നമുക്ക് അതിനെ വിലയിരുത്താൻ. അതിന് ഈ വലിയ പാർട്ടി ചെറിയ പാർട്ടി എന്നുള്ള രീതിയിലൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഏത് വിധത്തിലും പണമുണ്ടാക്കാൻ ശ്രമിക്കുക, അതിന് കുറേ ബലിയാടുകളെ സൃഷ്ടിക്കുക. ഇപ്പം ഇത് എന്നെ സംബന്ധിച്ചോളം ഇത് ഒരു വാർത്തയായിട്ട് ആദ്യമാണെങ്കിലും അനുഭവമായിട്ട് ഇതിനു മുമ്പിലും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പാർട്ടിയുടെ വലിയ ട്രഷറർ സ്ഥാനത്തിരുന്ന് കടം കയറി അവസാനം പാർട്ടി തിരിഞ്ഞു നോക്കാതെ പാർട്ടി തന്നെ വിട്ടുപോയ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള കഥകളല്ല, അനുഭവം എനിക്കറിയാം. അതും വയനാട്ടുകാരൻ തന്നെയാണ്. പൊതുവെ നിഷ്കളങ്കരായിട്ട് പ്രവർത്തിക്കുന്നവർ അവരുടെ നേതൃത്വം പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ പിടിക്കപ്പെട്ടാൽ അവർ അപരാധികളായി മാറുന്ന ചരിത്രം ആദ്യമല്ല. അഴിമതിയെക്കുറിച്ച് സത്യസന്ധമായി റിപ്പോർട്ട് നൽകിയ ആളുകൾ പാർട്ടിക്ക് പുറത്തു പോയ ചരിത്രം നേരത്തെയും നമുക്ക് ഉണ്ട്. അത് ഏത് പാർട്ടി എന്നതില്ല, ഏത് പാർട്ടിയിലും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വാങ്ങിക്കൂട്ടാൻ കുറേ നേതാക്കന്മാരുണ്ട് എന്നുള്ളത് സത്യമാണ്. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് എവിടെ നിന്ന് 5 പൈസ കിട്ടുമോ അത് വാങ്ങിയെടുക്കാനും തട്ടിപ്പ് നടത്താനും ധാരാളം പേരുണ്ട്. അതിൽ ഒടുവിലത്തെ ഇര എന്ന് നമുക്ക് MN വിജയൻ എന്ന നേതാവിനെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. ഒടുവിലത്തെ ഇരയല്ല, ഇനിയും ഇരകൾ വരാനുണ്ട് എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ, ആത്മഹത്യക്കുറിപ്പിൽ ആരൊക്കെയാണ് അദ്ദേഹത്തെ ചതിച്ചത് എന്ന് കൃത്യമായിട്ട് പുറത്ത് പറഞ്ഞിട്ടുണ്ട്.
ആത്മഹത്യാക്കുറിപ്പിലല്ല, അദ്ദേഹം ഈ DCC നേതാക്കൾക്ക് എഴുതിയ നമ്മുടെ വയനാട്ടിലെ ഈ നിലവിലുള്ള MP എഴുതിയ, സുധാകരൻ എഴുതിയ, പ്രതിപക്ഷ നേതാവിന് എഴുതിയ കത്തുകളൊക്കെ ഇന്ന് നമ്മൾ പുറത്തെത്തിക്കഴിഞ്ഞു. നടപടി എടുക്കേണ്ടത് അവരാണ്. അവർ നടപടി എടുത്തില്ല. എന്തുകൊണ്ട് എടുത്തിട്ടില്ല? അവിടെയാണ് നമുക്ക് ലജ്ജ തോന്നുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ മോശമാക്കിക്കൊണ്ട് വലിയ ഗീർവാണം അടിക്കുന്നുണ്ട്. അവർ ചെയ്തത് എന്താണ്? അവരും ഈ ബാങ്കുകളിലൂടെ ചെയ്ത കൊള്ള തന്നെയാണ്. ആര് കൊള്ള ചെയ്താലും കൊള്ളയാണ്. അതിൻ്റെ ഇരകളായിട്ട് ജീവിതം ഹോമിക്കുന്നവർ, അവർക്ക് അനുകമ്പ മാത്രം, ജനങ്ങളുടെ അനുകമ്പ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ന് ഈ ആത്മഹത്യ ചെയ്ത നേതാവിൻ്റെ ബാധ്യത കോടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അദ്ദേഹം അതുകൊണ്ട് സമ്പാദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ആ സമ്പാദ്യമെടുത്ത് ബാധ്യതകൾ തീർക്കാൻ പറ്റുമായിരുന്നു. ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. അതിനർത്ഥം അദ്ദേഹം ആ പണം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. കോടതി കിടക്കുന്ന കാര്യങ്ങളാണ്. ഇത് പോലീസ് അന്വേഷിക്കണം. പക്ഷേ പണം എടുത്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ അദ്ദേഹം അതുകൊണ്ട് എന്തെങ്കിലും വാങ്ങിക്കൂട്ടിയിരുന്നെങ്കിൽ അത് വിറ്റിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു. പലയിടത്തും വാങ്ങിച്ച പണം സ്വന്തം സ്ഥലം, അതും വെപ്പിച്ചതാണ്. മറ്റുള്ളവരുടെ പേരിലൊന്നും ഭൂമിയില്ല, നിങ്ങളുടെ പേരിൽ ഭൂമി ഉണ്ടല്ലോ, അത് വെക്കൂ, പിന്നീട് സഹായിക്കാമെന്ന് പറഞ്ഞു കാണും. പാവം അത് കേട്ട് ആ ഭൂമി പണയം വെച്ചു. ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് അവർക്കൊന്നും അറിയില്ല. ഒരു മകൻ പറയുന്നു അയാൾക്കൊന്നും അറിയില്ല. കാരണം രാഷ്ട്രീയക്കാരങ്ങനെയാണ്. രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കുടുംബത്തിൽ സാറിന് സംസാരിക്കാറില്ല. അവർ ആ രാഷ്ട്രീയത്തിൽ കുടുംബം ഇടപെടാറുമില്ല. കാരണം അങ്ങനത്തെ ഒരു കുടുംബമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബം, വയനാട്ടിലെ കുടുംബം. എന്തായാലും ഇത് ഒരു ശരിയായ പോക്കല്ല. എവിടെയാണെങ്കിലും ഇപ്പം ജോലിക്ക് വേണ്ടി ലക്ഷങ്ങളാണ് കൊടുക്കാൻ ജനം തയ്യാറായി നിൽക്കുന്നത്. വേറെ ഗതിയില്ല അവന്. ഡിഗ്രിയും PGയും കഴിഞ്ഞ് ചിലരൊക്കെ ഡോക്ടറേറ്റ് എടുത്തിട്ടും അവർക്ക് എവിടെയും ഒരു ജോലി ലഭിക്കാതെ വരുമ്പോൾ സർക്കാരിൻ്റെ PSC ലിസ്റ്റിൽപ്പെട്ടിട്ട് ജോലി കിട്ടിയിട്ട് മരിക്കാമെന്നുള്ള ആഗ്രഹം ആർക്കും ഇല്ല. റാങ്ക് ലിസ്റ്റുകൾ ഓരോന്നായി പൊഴിഞ്ഞു പോയി ഇല്ലാണ്ടായി. അപ്പോൾ അതല്ലാതെ കിട്ടാവുന്നത് ഇതേപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിലോ പ്രൈവറ്റ് സ്കൂളുകളിലോ ഒക്കെ കയറി കൂടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കുടുംബം വിറ്റിട്ടും 10-50 ലക്ഷം രൂപ. ഇന്നത്തെ കൈക്കൂലിയുടെ തോതെന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ലക്ഷങ്ങൾ വരും ഒരു എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടണമെങ്കിൽ. അപ്പോൾ അത്തരം ജോലി അന്വേഷിച്ച് വരുന്ന കയ്യിൽ നിന്ന് നേതാക്കന്മാർ ഉളുപ്പില്ലാതെ പണം വാങ്ങിക്കുകയും, ഇവരൊക്കെ പഠിച്ച കള്ളന്മാരാണ്, രേഖയൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് ബ്ലാക്ക് മണിയാണല്ലോ, ബാങ്ക് ത്രൂ എന്നല്ലല്ലോ കൊടുക്കുന്നത്, ഒരു രേഖയും കാണില്ല. ഇവരൊന്നും വാങ്ങിച്ച് ഇവിടെ കൂട്ടുകയുമില്ല. അവരുടെയൊക്കെ സമ്പാദ്യങ്ങൾ ഇവിടെ ആയിരിക്കില്ല, ചിലപ്പം ദുബായിലും മറ്റുള്ള കേന്ദ്രങ്ങളിലും ആയിരിക്കും സമ്പാദ്യങ്ങൾ ഉണ്ടാവുക. ആ സമ്പാദ്യം കണ്ടെത്താൻ ചിലപ്പോൾ പോലീസിന് തന്നെ കഴിഞ്ഞില്ലെന്ന് വരും. കാരണം അത്രയും സമർത്ഥരാണ് രാഷ്ട്രീയ നേതാക്കൾ. അവർ പണം വാങ്ങിച്ച് ഇപ്പോൾ ഇതിൽ ലിസ്റ്റപ്പെടുന്ന ആൾ അയ്യോ ഞാനങ്ങനെ വാങ്ങിച്ചിട്ടേ ഇല്ലെന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞത് ഞാനതിൽ പ്രതിയേ അല്ല, അന്വേഷിക്കട്ടെ. കാരണം അന്വേഷിച്ചാൽ കണ്ടെത്തില്ല എന്ന് ഉറപ്പുള്ളവനാണ് അത്ര ധൈര്യത്തിൽ പറയാൻ പറ്റുക. പഠിച്ച കള്ളന്മാർക്ക് കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. അങ്ങനെ കട്ടിട്ട് നിൽക്കുന്നവരാണ് പല നേതാക്കന്മാരും.
ഇവരൊന്നും ജയിലിൽ പോവില്ല. ഇവിടെ കട്ടാൽ ജയിലിൽ പോവില്ല, കൊന്നാൽ ജയിലിൽ പോയാൽ ഇപ്പം CPM-ൻ്റെ സ്ഥിതി ആലോചിച്ചു. രണ്ടുപേരെ വെട്ടി നുറുക്കി ജയിലിൽ പോയി. ജയില് ഇവർക്ക് സ്വർഗമായിട്ട് മാറുകയാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും കിട്ടും. മാസങ്ങളോളം പരോൾ ലഭിച്ച് പുറത്ത് വന്ന് വേണം കല്യാണം കഴിക്കാം, അടുത്ത തട്ടിപ്പ് നടത്താം, കൊള്ളയടിക്കാം, ആളെ കൊല്ലാം. പുറത്തുള്ളതിനേക്കാളും സംരക്ഷണം അകത്ത് കിട്ടുന്നു അവർക്ക്. അത് ഏത് പാർട്ടിന്നില്ല. ഏത് പാർട്ടിയുടെ നേതാക്കൾ അകത്ത് പോയാലും സൗകര്യങ്ങൾക്കൊരു കുറവും ഉണ്ടാവില്ല. എല്ലാ സൗകര്യവും കിട്ടും, ആവശ്യത്തിന് പരോളും കിട്ടും. ഒരു സാധാരണക്കാരൻ പോയാൽ മാത്രമേ ഇടിയും തൊഴിയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഈ വർഗത്തിന് യാതൊരു ഭയവുമില്ലാതായിരിക്കുന്നു. നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്? അഴിമതിയുടെ രാജാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് പോലും അഴിമതിയുടെ ആരോപണം നിലനിൽക്കുന്നു. ആ കുടുംബത്തിനും മുതൽ ഈ ഭരിക്കുന്ന ഭരണ നേതാക്കൾക്ക് എതിരെ മുഴുവൻ അഴിമതി വാർത്തകൾ നിൽക്കുന്നു. പ്രതിപക്ഷത്തിനും അതേപോലെ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നു. ആരാരെ അത്യാവശ്യം ഒച്ചയുണ്ടാക്കി കണ്ണടച്ചു പോകും. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്നുള്ളതിൽ എന്തെങ്കിലും പറഞ്ഞ് പിന്മാറും. അതാണ് ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ. അഴിമതി സകലയിടത്തും, എവിടെയും ഒഴിവില്ല. സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അഴിമതി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. സത്യത്തിൽ ഇന്നലെ ആ കുടുംബത്തിൻ്റെ മീഡിയയിലുള്ള ക്ലിപ്പിങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ആലോചിച്ച്, മരിച്ചിട്ട് അവർ ദഹിപ്പിക്കരുത് എന്ന് വച്ചിരുന്നു ഈ സൂയിസൈഡ്. ആ നോട്ട് അവർക്ക് കിട്ടിയത് കാരണം ദഹിപ്പിക്കണമെന്ന് ഒരു കൂട്ടർ വാശി പിടിച്ചപ്പോൾ നിസ്സഹരായിട്ട് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക അവരുടെ അവസ്ഥ എന്ന് വെച്ചാൽ, ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കുക. ഈ കത്ത് അദ്ദേഹം മരണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു, ഇതാ ഈ കത്തിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് വായിച്ചിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അച്ഛൻ്റെ അവസാനത്തെ ആഗ്രഹം മണ്ണിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് പോലും അവർ വിഷമിക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമല്ല, ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് എന്നുള്ള രീതിയിൽ കോൺഗ്രസിലെ നേതാക്കൾ കഥകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുമിച്ച് പോകുന്ന ഒരു കുടുംബത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തോന്നിവാസത്തിൻ്റെ കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്തത് അതല്ല, ആ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് എന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞു പരത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ. IC ബാലകൃഷ്ണൻ MLA വിവിധ ബാങ്കുകളിൽ നിയമത്തിന് പണം വാങ്ങി. ഇതെല്ലാം KPCC നേതൃത്വം അറിഞ്ഞതായും MN വിജയൻ ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. കൃത്യമായിട്ടും എല്ലാം അദ്ദേഹം എഴുതിയിട്ട് ഇനി കൊടുക്കാനുള്ള പണത്തിൻ്റെ കാര്യങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട്. ഈ മരണം, അതിലും എനിക്ക് വിഷമം തോന്നിയത് അച്ഛൻ മരിച്ച ദുഃഖത്തിലിരിക്കുന്ന ആ അടുത്ത മകൻ ഈ കത്തുകളുമായിട്ട് എറണാകുളത്തും കണ്ണൂരിലൊക്കെ പോയി നേതാക്കൾക്ക് ഇത് കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് ഉളുപ്പില്ലാതെ ഒരു അനക്കവുമില്ല. അറ്റ്ലീസ്റ്റ് ആ കുടുംബത്തിൻ്റെ ബാധ്യതയെങ്കിലും, ഇവർ വാങ്ങി നക്കിയ പണത്തിൻ്റെ ബാധ്യതയെങ്കിലും ഏറ്റെടുക്കണ്ടേ. ഇവർ വാങ്ങിച്ച പണത്തിന്, നേതാക്കൾ വാങ്ങിച്ച് പുട്ടടിച്ച പണത്തിൻ്റെ, അതല്ലെങ്കിൽ എവിടെയോ കൊണ്ടുപോയി നിക്ഷേപിച്ച പണത്തിൻ്റെ ആ ബാധ്യതയെങ്കിലും
കരുണയുള്ളവരായിട്ടുണ്ടെങ്കിൽ, അല്പമെങ്കിലും സത്യം നെഞ്ചിൽ അവശേഷിപ്പിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ സുധാകരനൊക്കെ ഏറ്റെടുക്കണം. നമുക്ക് കാത്തിരിക്കാം കോൺഗ്രസ് നേതൃത്വം എന്തു പറയുന്നുവെന്ന്, എങ്ങനെ ഉരുണ്ടു പറയുന്നുവെന്ന്. ഉരുണ്ടു പറയാൻ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ഒരേ ലാഘവത്തോടുകൂടി വളരെ ഈസിയായിട്ട് ഉരുണ്ടു പറയും. ചെയ്ത് തെറ്റിനെ ഒരിക്കലും അംഗീകരിക്കില്ല. അതിനെ അംഗീകരിക്കാതെ മയിലെണ്ണ തേച്ച് വഴങ്ങുന്നത് പോലെ വഴങ്ങി ഇതിനെ ഇല്ലായ്മ ചെയ്യും. ആരോപണങ്ങളെ കുഴിച്ചു മൂടും. പക്ഷേ ആ ശാപമൊന്നും ഏക്കാതെ പോകില്ല. ഏറെ വർഷക്കാലം കോൺഗ്രസ് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തി വേദനയോടെ ജീവിതം മതിയാക്കി പോയിട്ടുണ്ടെങ്കിൽ അതിലുൾപ്പെട്ട നേതാക്കളെ നിങ്ങൾ നേരാവണ്ണം വെള്ളം കുടിച്ചിട്ട് മരിക്കില്ല, ഉറപ്പാ. നിങ്ങളൊന്നും തന്നെ നേരാവണ്ണം വെള്ളം കുടിച്ച് മരിക്കില്ല. ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പാഠമാണ്. ഇപ്പം ഇതേപോലെ കൈക്കൂലി ഒക്കെ കൊടുത്ത് ജോലിക്ക് പോകുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത് അതിനൊരു രേഖയുണ്ടാക്കി വെക്കാൻ ഈ കൊടുക്കുന്നവർ തയ്യാറാവണം. എന്തെങ്കിലും ഒരു രേഖ ഇല്ലെങ്കിൽ ഇതേപോലത്തെ നിസ്സഹരായിട്ടുള്ള ഇതിനിടനിലക്ക് നിൽക്കുന്ന ഇതിൻ്റെ പങ്കുപറ്റാത്ത ചിലരും ഇതിൻ്റെ ഭാഗമായിട്ട് അവർ മാത്രം ഒറ്റപ്പെടുകയും അവർ ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്യും. ഇപ്പം കട്ടവരെയൊക്കെ എങ്ങനെയാണ് കൈകോർക്കുന്നത് നമ്മൾ കണ്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളൊക്കെ എങ്ങനെയാണ് രക്ഷിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകളായി ഇത് അവസാനിച്ചാൽ നമുക്ക് നീതിയില്ലാതെ പോകും, നീതി കിട്ടാതെ പോകും പലർക്കും. കോടതിക്ക് പോലും അവരെ ശിക്ഷിക്കാൻ പറ്റില്ല. കാരണം പരസ്പരം സഹായിക്കുന്ന അന്വേഷണങ്ങളാണ് വരുന്നത്. കോടതി പോലും ചിലപ്പോൾ കോടതിക്ക് പോലും കണ്ണില്ലേ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയല്ല, ധരിച്ചു പോകും. എല്ലാവരും പറയും തെറ്റിദ്ധരിക്കണം. ഇപ്പം നമുക്കറിയാം, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന മനുഷ്യൻ ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമുക്ക് സംശയിക്കാതെ വയ്യ കൊല ചെയ്യപ്പെട്ടതാണോ എന്ന് സംശയിക്കാതെ വയ്യ. ആ കുടുംബത്തിൻ്റെ ആവശ്യം ഒരു ഉന്നതതല അന്വേഷണമാണെങ്കിൽ അത് അംഗീകരിച്ച് കൊടുക്കുന്നതല്ലേ നീതിബോധം എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം തോന്നിയതാണ്. ഒരു ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ആ കേസ് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആർക്കും മനസ്സിലാവും. കാരണം പ്രതിയും ഭരണകൂടവും തമ്മിൽ, അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും ഭരണകൂടവും തമ്മിൽ അത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. എങ്കിൽ കോടതിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കോടതിയെ സംശയിച്ചു പോകും. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞേക്കാം, കോടതി പൊതുസമൂഹത്തിൻ്റെ ധാരണകളെക്കുറിച്ച് അന്വേഷിച്ചിട്ടല്ലല്ലോ വിധി പറയേണ്ടത്. അതല്ല. പക്ഷേ അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നത് ഭരണകൂടത്തിനോട് ചേർന്ന് നിൽക്കുന്ന, അതല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്ന ബോധ്യം കോടതിക്ക് വരണ്ടേ. അങ്ങനെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊലപാതകം തെളിഞ്ഞതും അതിൻ്റെ നേതാക്കളടക്കം ജയിലിൽ പോയതും, കോൺഗ്രസ്സുകാരായ 2 കുട്ടികളെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ. അതൊരു കാര്യം ആലോചിച്ച് നോക്കൂ, ഈ ഭരണകൂടം അന്വേഷിച്ചിരുന്നെങ്കിൽ അവരുടെ നേതാക്കൾ ജയിലിൽ പോകുമായിരുന്നോ? ഇല്ല. കാരണം അവരുടെ നേതാക്കൾ ജയിലിൽ പോയതിനെ ഇപ്പോൾ എന്തു ചെയ്യാൻ പോകുന്നു?
അപ്പീൽ കൊടുക്കാൻ പോകുന്നു. അപ്പോൾ ആ നേതാക്കളെ രക്ഷിച്ചെടുക്കുമായിരുന്ന ഒരു കേസിൽ CBI വന്നതുകൊണ്ട് മാത്രമാണ് അവർ ശിക്ഷിക്കപ്പെട്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. അതേപോലെ ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ് ഇതും. ഇതിൻ്റെ പ്രതികളായി നിൽക്കുന്ന ഭാഗം ഭരണകൂടമാണ്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ സ്വന്തം സഖാക്കൾക്ക് വേണ്ടി ഇങ്ങനെ പെരുമാറുന്ന ഭരണകൂടം, ആ ഭരണകൂടത്തിൽ നിന്ന് പോലീസിൻ്റെ കയ്യിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നൊരു കുടുംബം തീരുമാനമെടുത്താൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ? എന്തായാലും കേരളത്തിൽ നടക്കുന്നതെല്ലാം സുഖകരമായിട്ടുള്ള വാർത്തകളല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. നമ്മൾ ഓരോ ദിവസവും വിചാരിക്കും ഇന്നൊരു മോശം വാർത്ത വരില്ലേ എന്ന്. ഓരോ വാർത്തകളും നമ്മളെ മതിക്കുന്ന വാർത്തകളാണ്, എല്ലാ അർത്ഥത്തിലും മതിക്കുന്ന വാർത്തകളാണ്. നല്ല വാർത്തകൾക്ക് ഇടം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു സമൂഹത്തിൽ. മോശം വാർത്തകൾ കേട്ട് 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 മടുത്തുകൊണ്ടേയിരിക്കുന്നു നമ്മൾ. ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രബോധമുള്ള, പൊതുസമൂഹത്തെ സ്നേഹിക്കുന്ന, സേവനം ലക്ഷ്യമാക്കി വരുന്ന ആർത്തിപ്പണ്ടാരങ്ങളല്ലാത്ത മനുഷ്യരുടേതായി മാറണം രാഷ്ട്രീയം. ആർത്തി പിടിച്ച് ഏത് വിധത്തിലും പണമുണ്ടാക്കാൻ വരുന്ന ഒരു കൂട്ടം വൃത്തികെട്ട മനസ്സുകളുടെ ഭാഗമായി രാഷ്ട്രീയം മാറിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് രാഷ്ട്രം എന്ന ചോദ്യം ബാക്കിയാവും. കേരളം ആ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഒരു പക്ഷത്തും നന്മയില്ലാത്ത വിധം കൊടിയ ക്രൂരരായിട്ടുള്ള ആർത്തിപ്പണ്ടാരങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയം മാറും. ആരും ശിക്ഷിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയുണ്ടാകും. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയുണ്ടാവും. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുള്ളൂ. ഇതേപോലെ മോശപ്പെട്ട വാർത്തകൾ കേൾക്കാതിരിക്കാൻ നമുക്ക് കണ്ണടച്ചിരിക്കാനും ചെവി കൊട്ടി അടച്ചിരിക്കാനും കഴിയില്ലല്ലോ. മാറ്റമുണ്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.